ഹലോ. ഇന്ദുലക്ഷ്മി സംവിധാനം ചെയ്ത അപ്പുറം അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും മൂലം വീർപ്പുമുട്ടുന്ന മനുഷ്യരുടെ കഥയാണ് അപ്പുറം പറയുന്നത്. അപ്പുറം പറയുന്ന കഥയിൽ തൻ്റെ സ്വന്തം അനുഭവം കൂടിയുണ്ടെന്ന് ഇന്ദുലക്ഷ്മി പറയുന്നു. പ്രകടനങ്ങൾ കൊണ്ടും സംവിധാന മികവ് കൊണ്ടും കഥ പറച്ചിലിൻ്റെ ആഴം കൊണ്ടും നമ്മളെ പിടിച്ചിരുത്തുന്ന സിനിമയാണ് അപ്പുറം. വളരെ ചെറിയൊരു സിനിമയാണ്, പക്ഷേ അതിലെ മനുഷ്യരുടെ വേദനകളും നിസ്സഹായാവസ്ഥകളും വളരെ ആഴത്തിൽ നമ്മളിലേക്ക് എത്തിക്കാൻ സിനിമയ്ക്ക് കഴിയുന്നുണ്ട്. സത്യത്തിൽ ഒരു ഹൊറർ മൂവി കാണുന്ന പോലുള്ള മാനസിക സംഘർഷങ്ങളാണ് നമ്മളും അനുഭവിക്കുന്നത്. മനുഷ്യരുടെ അറിവില്ലായ്മയും അന്ധവിശ്വാസങ്ങളും ഒക്കെ മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കുന്നു എന്ന് വെളിവാക്കുന്ന സിനിമ. ഇതിൽ അമ്മമ്മ കൊച്ചുമകളോട് സംസാരിക്കുന്ന ഒരു രംഗമുണ്ട്. അവൾക്ക് ഇത്തിരി സമാധാനം കൊടുത്തിരുന്നെങ്കിൽ അവൾ ഇങ്ങനെ ചെയ്യോ? പെൺപിള്ളേരായാൽ കുറച്ച് അടക്കോ ഒതുക്കോ ഒക്കെ വേണം. വാക്കുകൾ കൊണ്ട് മനസ്സിനെ കീറി മുറിക്കുന്ന അവസ്ഥ. ജഗദീഷും അനഘാരവിയും മിനി ഐജിയും ഒക്കെ അഭിനയിക്കുകയല്ല, ജീവിക്കുകയാണ്. സ്വന്തം കഴിവുകൾക്കനുസരിച്ച് അതിൽ നിന്നുണ്ടാകുന്ന ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ കഴിയുക, അതുതന്നെയാണ് ഏതൊരു വ്യക്തിക്കും ആദ്യം വേണ്ടത്. നമ്മുടെ കഴിവിനനുസരിച്ച് നമുക്ക് ഉയരാൻ കഴിയുക, നമ്മൾ ആഗ്രഹിക്കുന്നിടത്തേക്ക് എത്താൻ. അല്ലെങ്കിൽ മറ്റെന്തൊക്കെ ഉണ്ടായാലും ആ ഒരു ട്രോമ, അതിൽ നിന്നുള്ള ആത്മസംഘർഷങ്ങൾ എല്ലാം ആദ്യം മുതൽ ഒന്ന് തുടങ്ങാൻ കഴിഞ്ഞെങ്കിൽ എന്ന് അമ്മ പറയുമ്പോൾ അത് എത്രത്തോളം ഉൾക്കൊള്ളാൻ മകൾക്ക് കഴിഞ്ഞു. അടിച്ചമർത്തപ്പെട്ടതിൻ്റെയും ഒതുക്കപ്പെട്ടതിൻ്റെയും വേദന ആ വാക്കുകളിൽ നമുക്ക് കേൾക്കാം. അമ്മയ്ക്ക് വേണ്ടി, അമ്മയുടെ ആത്മാവിന് വേണ്ടി കുറച്ചെങ്കിലും ചെയ്യാൻ മകൾക്ക് കഴിഞ്ഞു. പക്ഷേ ഇന്ന് പ്രായം കഴിഞ്ഞു, കുട്ടികളും കുടുംബവും ഒക്കെയായി എന്നതൊന്നും ഒന്നിനും ഒരു തടസ്സമല്ല. വൈകിയാണെങ്കിൽ നമ്മുടെ കഴിവുകൾ പരിപോഷിപ്പിക്കുക, വേണ്ടത് ചെയ്യുക എന്നത് ഇന്ന് വളരെ പ്രാധാന്യമാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് എന്നത് തന്നെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഇന്ന് പ്രായം ഒന്നിനും ഒരു തടസ്സമല്ല. ഏത് പ്രായമായാലും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്, ഉല്ലാസങ്ങളുണ്ട്. ഇന്ന് ശാരീരിക ആരോഗ്യം പോലെ തന്നെ മാനസിക ആരോഗ്യവും നമുക്ക് വളരെ പ്രധാനമാണ്. അതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാണ്. അത് നമ്മുടെ മാത്രമല്ല, അച്ഛൻ്റെ, അമ്മയുടെ, മുത്തച്ഛൻ്റെ, മുത്തശ്ശിയുടെ, അല്ലേ? ഇതൊക്കെയാണ് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരും. അതുവരെ ബായ്.